നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഒരു പഠനം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ആ പഠനം പറയുന്നത് ഈ വണ്ടർഫുള്ളായിട്ടുള്ള പ്രകൃതിയുടെ അമ്പരപ്പിക്കുന്ന ചില കാഴ്ചകളുണ്ടല്ലോ, ലൈക്ക് ഒരു വാട്ടർഫോൾ, വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച, അല്ലെങ്കിൽ വല്ലാതെ ചിറക് വിരുത്തി പറന്നു നിൽക്കുന്ന പോലെയുള്ള ഒരു മരത്തിൻ്റെ കാഴ്ച, അതല്ലെങ്കിൽ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു സീനിക് ബ്യൂട്ടി, ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു താഴ്വാരമോ പറ്റും. ഇതൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ പഠനങ്ങൾ പറയുന്നത് ഇത്രയും വിസ്മയിപ്പിക്കുന്ന പ്രപഞ്ച രഹസ്യത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ അഹങ്കാരം കുറയും. എന്താണെന്നറിയോ? ഈ വലിയ ലോകത്ത് നമ്മൾ ചെറുതാണെന്ന് മനസ്സിലാവും. നിങ്ങൾ വലിയ ആകാശത്ത് പറക്കുമ്പോൾ നിങ്ങളെത്ര ചെറുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ പ്രശ്നം എത്ര ചെറുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ വലിയ ആകാശത്ത് ചെറു പൊട്ടുപോലെയാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫിഷ്നെസ് കുറയും, നിങ്ങളുടെ അഹങ്കാരം കുറയും. ഇത് ശാരീരിക മാനസിക തലങ്ങളിലെ യഥാർത്ഥ മാറ്റമാണെന്ന് പഠനങ്ങൾ വ്യക്തമായ തെളിവുകളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വെള്ളച്ചാട്ടത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ, വിശാലമായ ആകാശത്ത് നോക്കി നിൽക്കുമ്പോൾ അറിയാതെ മനസ്സ് വിശാലമാകുന്നുണ്ട്. ഇടുങ്ങിയ മനസ്ഥിതികൾ മാറിപ്പോകുന്നുണ്ട്. സെൽഫിഷ്നെസ് കുറഞ്ഞ് അല്പം കൂടി സെൽഫ്ലെസ് ആകാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനെന്ന ഭാവമൊക്കെ കുറേയൊക്കെ മാറുന്നുണ്ട്. ഈ ഈഗോ ചുവന്ന് നടക്കുന്നുകൊണ്ടാണല്ലോ ഭൂരിഭാഗം പ്രശ്നങ്ങളും വരുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഈഗോയാണ്. അപ്പോൾ ഈഗോയൊക്കെ ഒന്ന് മാറാൻ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് വരണം. ഈ നിങ്ങളുടെ ഓഫീസ് മുറിയിൽ ചടഞ്ഞിരിക്കരുത് എപ്പോഴും. അതാണെങ്കിൽ ഓഫീസ് മുറി തന്നെ ഒരു ഈഗോ മുറിയാണ്. ഈഗോ കസേരയിലാണ് നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈഗോയെ തൊട്ട്, ഈഗോയെ തലോടി, ഈഗോയെ പോഷിപ്പിച്ച് മാത്രം ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈഗോ വിട്ട് പുറത്തേക്ക് വരണം. അപ്പോഴാണ് യഥാർത്ഥ ലോകം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ തുടങ്ങുന്നത്.